ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു 3 പേര് എൻ്റെ വീട്ടിൽ വന്നു. അവർക്കൊരു മീറ്റിംഗ് ഉണ്ട്, അവിടേക്ക് ചെല്ലണമെന്ന് ക്ഷണിച്ചു. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ കുരങ്ങയത്തിൻ്റെ, അതായത് കൂടൽ കുരങ്ങയത്തിൻ്റെ ആ മനോഹാരിതയെ ഇങ്ങനെ ഞങ്ങളൊന്ന് വർണ്ണിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതൊന്ന് കാണിക്കാമെന്ന് ഞാനും കരുതി. നമ്മൾ ഈ കാണുന്നത് മുറിഞ്ഞകൽ രാക്ഷസൻ പാറ ഭാഗമാണ്. പത്തനംതിട്ട വരെ നമുക്ക് വേണമെങ്കിൽ എത്തി നോക്കിയാൽ കാണാമെന്ന് തോന്നുന്നു. അതേ രീതിയിൽ വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. എൻ്റെ മകനാണ് എൻ്റെ ഇടയ്ക്ക് വന്ന് ടാറ്റയൊക്കെ കാണിച്ചുകൊണ്ട് ഇപ്പോണ്ട്. നമ്മുടെ ഗോളിയായും കയറുന്നുണ്ട്. ഈ ഭാഗം വളരെ മനോഹാരിതമായ ഒരു സ്ഥലമാണ്. ഒരുപാട് തെറ്റുകളൊക്കെ വരുന്നുണ്ട് ഗൈഡ്സ്, എല്ലാവരും ക്ഷമിച്ചേക്കണം. എല്ലാം ഒന്നിച്ചാണ്, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നതും. ഓക്കെ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് പോകാം മീറ്റിംഗ് സ്ഥലത്തേക്ക്. ഓക്കെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കലഞ്ഞൂർ പഞ്ചായത്ത് 19-ാം വാർഡിലെ വാർഡ് തല മീറ്റിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വാർഡ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് യോശുവ കുര്യൻ എന്നാണ്. നമ്മുടെ നാട്ടിൽ വളരെ ഇപ്പോൾ ഫേമസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ് എന്നാണ് അതിൻ്റെ പേര്. അത് നടത്തുന്നത് എൻ്റെ പ്രിയ സുഹൃത്തായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും കൂടിയായ ബൈജു ആണ്. ഇപ്പോഴ് നമ്മളിതിനെപ്പറ്റി അറിഞ്ഞു കേട്ടു. ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് സാധാരണ ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ അതിൻ്റെ ആ പശ്ചാത്തലം നമ്മൾ ആരെയും സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഏകദേശം 65 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു യൂട്യൂബറെ കാണുവാൻ പോകുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുട്ടികളുമായിട്ട്. പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പൊതുവെ നമ്മളെയും കൊണ്ട് ജീവിക്കുന്ന ആ ഒരു യൂട്യൂബേഴ്സ്, അതായത് നമ്മൾ റീചാർജ് ചെയ്ത് നമ്മളിത് കണ്ട് നമ്മളിതിന്റെ വ്യൂസും വരുമാനവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന യൂട്യൂബേഴ്സ് സ്വാഭാവികമായിട്ടും നമ്മളൊരാൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുകയാണ് പതിവ്. അവരാരും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കാണാൻ പറ്റില്ല എന്ന് പറയത്തില്ല. പക്ഷേ ഈ യൂട്യൂബർ അദ്ദേഹത്തോട് പറയുന്നു, എനിക്കിപ്പോൾ കാണാൻ കഴിയില്ല എന്ന്. അപ്പോൾ നമുക്കറിയാം, ഒരു 50-60 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകുന്ന ഒരു മനുഷ്യന്റെ വിഷമം. ആ മനുഷ്യൻ അവിടെ നിന്ന് മാക്സിമം അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോഗ്രാമിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് കഴിയാതെ അവിടെ നിന്ന് നിസ്സഹായ അവസ്ഥയിൽ ഇറങ്ങിപ്പോകുമ്പോൾ തൻ്റെ മക്കളെ സമാധാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇനിയും ഞാനാണ് നിങ്ങളുടെ യൂട്യൂബർ. തിരിച്ചു വരുന്നു, ഒരു ഫ്ലൈറ്റ് ചെയ്യുന്നു. അത് ഫ്ലൈറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ മക്കളോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു വാത്സല്യമാണ് നമ്മൾ അതിലൂടെ കാണുന്നത്. അദ്ദേഹം നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല, ഏകദേശം 1 ലക്ഷം രൂപയോളം അതിന് ചെലവ് വരും. നമ്മൾ അത്രയ്ക്ക് വളരെ ചെലവിട്ട് സൃഷ്ടിച്ചെടുത്ത ആ ഒരു രൂപം നമ്മൾ അതായത് ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു കമ്പനി അല്ല ഇത്. ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ വീട്ടിൽ തൻ്റെ സമ്പാദ്യം ഉപയോഗിച്ച് തൻ്റെ കുട്ടികളോടുള്ള സ്നേഹം അവിടെ പ്രകടമാക്കുകയാണ്. ഇത് എല്ലായിടത്തും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാർഡിലുള്ള വ്യക്തിയാണ്, അതിലുപരി എൻ്റെ സുഹൃത്താണ്, എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നത്, കൂടുതലിൽ എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ സഹകരിക്കുന്നവരുമായിട്ട് സംസാരിച്ചപ്പോഴേ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുകയാണ്. പ്രിയ ബൈജുവിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് ആദരിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ബൈജുവിൻ്റെ കുടുംബം എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ ഫ്രണ്ടിലോട്ട് വന്നു നിന്ന് നിങ്ങൾ ദയവായിട്ട് ഈ ആദരവ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് പത്രപുസ്തകങ്ങളിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ഒരുപാട് ഞാനിത് കണ്ടു, ഞാനിത് കാണാൻ ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം യഥാർത്ഥത്തിൽ ഈ വാർഡിനകത്തൊക്കെ പിന്നെ വേറെ പേപ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള അറിയുന്നത്. എന്തായാലും ഈ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ അതിനകത്ത് ഒരു അനുമോദനം കൊടുക്കാൻ പറ്റിയ സന്തോഷം. അത് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ സത്യപരം വേണമായിരുന്നു. അത് യഥാർത്ഥത്തിൽ പറഞ്ഞു നമ്മളെ കൈകാര്യം ചെയ്തതിന് അതെന്തായാലും ഇപ്പോഴെങ്കിലും ഈ കുടുംബത്തിന് ഈ പരിപാടിക്ക് എല്ലാവരും മുന്നോട്ട് ഈ ഫ്ലൈറ്റ് കാരണം ഞങ്ങളെ ഇന്നൊരു മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. ഞങ്ങൾ 4 പേരും ആ മീറ്റിങ്ങിന് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പപ്പായെ
അവർ പൊന്നാട ഇട്ട് ആദരിച്ചു. ഇപ്പോൾ എൻ്റെ യൂട്യൂബറും എല്ലാം എൻ്റെ പപ്പയാണ്. ഇതെൻ്റെ യൂട്യൂബർ പപ്പ.